ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ടിക്ക മസാലയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്, ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ഇത് ഇതുപോലത്തെ ഒരു നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ കട്ട തൈര്, 1 ടേബിൾ സ്പൂൺ എണ്ണ. ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കിതൊരു 1 മണിക്കൂറെങ്കിലും മിനിമം മാറ്റി വയ്ക്കാം. ഇനി പിറ്റേ ദിവസം ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഓവർനൈറ്റ് വെക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പം നമുക്കിത് തൽക്കാലം ഇവിടെ മൂടി വയ്ക്കാം. ഇനി കുറച്ചൊരു ഡെപ്തുള്ളൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഓരോരോ പീസസ് ആയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ അടച്ചു വെച്ചിട്ട് അത് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ വല്ലാതെ ലോ ഫ്ലെയിമിലോ ആയിട്ട് വെക്കേണ്ട. പിന്നെ ബോൺലെസ് ബ്രസ്റ്റ് ആയ കാരണം അത് പെട്ടെന്ന് തന്നെ കുക്കായിക്കോളും. അപ്പം അതിന് കുക്കായി കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും തന്നെ നമുക്കത് തിരിച്ചിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ അടച്ചു വെച്ചൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ കുറച്ച് ഡെപ്തുള്ള പാത്രം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാക്കി കുക്കിംഗ് ഇതേ പാത്രത്തിൽ തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതേ പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസായിട്ടുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തു. ഞാനിവിടെ കുറച്ച് വെളുത്ത ഉള്ളിയാണ് ചേർത്തത്. നമ്മുടെ സ്വതവേയുള്ള ചുവന്ന ഉള്ളി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടി അത് സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പോൾ കുറച്ച് മൈൽഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ചേർത്തത്. അപ്പോൾ യെല്ലോ അണിയനോ വൈറ്റ് അണിയനോ അങ്ങനെ എന്ത് വേണിച്ചാലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി അത് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് ആദ്യം ഒന്ന് അടച്ചു വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത്രയും ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസ് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ക്യാൻഡ് ടൊമാറ്റോ സോസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ 2 തക്കാളി ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തോല് പീൽ ചെയ്ത് കളയുക. എന്നിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ സോസ് എടുത്ത അതേ ക്യാനിൽ ആണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് അതൊന്ന് നന്നായിട്ട് വീണ്ടും ഇളക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ 10 മിനിറ്റ് കഴിഞ്ഞു, റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു കണക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഓയിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ മുകളിലായിട്ട് ആ ഓയിൽ, ഞാനിത് പെട്ടെന്ന് ഇളക്കിപ്പോയി, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ മുകളിലായിട്ട് ഓയിൽ ഇതേ ഓരോ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് റെഡിയായി എന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കയ്യിൽ തന്നെ ഒന്ന് പൊടിച്ചിട്ട് അതിലൊന്ന് വെതറി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് ഹെവി ക്രീം അതും ചേർക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലുള്ള ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പം ഇട്ട ഉപ്പാണ്, ചിലപ്പോൾ അത് തന്നെ ധാരാളമായിരിക്കും. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതോടൊപ്പം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി വെതറി അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. അപ്പോൾ ഈ എല്ലാവിധ പുളിയും ഉപ്പും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു ഫ്ലേവറിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനാണ് ആ ഒരു പഞ്ചസാര. 1/4 ടീസ്പൂൺ മതി.
അത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ടിക്ക, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാസ്മതി റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തി, നാൻ, അങ്ങനെ എല്ലാ സാധനങ്ങളുടെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.